എടി ഞാൻ ഹോസ്പിറ്റലിലെത്തി. കാര്യം പറ, എന്തോന്ന്? നീ എത്തിയോ? എങ്കിൽ നീ ഹോസ്പിറ്റലിലെ റൂമിലെ AC ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാന്ന് നോക്കണേ. പിന്നെ അവിടെ റൂമിലൊക്കെ തണുപ്പുണ്ടാന്ന് കൂടെ നോക്കണം. എന്തോന്ന് AC വർക്കാവുന്നുണ്ടോ നോക്കാനാ? ഞാൻ എന്തോന്നാ AC മെക്കാനിക്കാ? എടാ, എനിക്ക് നാളെ തൊട്ട് നല്ല പനി വരാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ രാത്രി മുതൽ ഫ്രിഡ്ജിൽ ഇരുന്ന ഐസ്ക്രീം മൊത്തം ഞാൻ കഴിച്ചു തീർത്തു. ഇനിങ്ങാനും എനിക്ക് പനി വന്നാൽ എന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയാലേ ആ ഹോസ്പിറ്റൽ കൊള്ളാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു പനി വന്നാലും നീ AC റൂമിലേക്ക് കിടക്കോളാം. ഇതിനൊക്കെ എത്ര രൂപ ആവുമെന്ന് അറിയാമോ കയ്യിൽ നിന്ന്? അതൊന്നും നീ പേടിക്കണ്ട. എത്ര വലിയ എക്സ്പെൻസീവ് റൂം ആയാലും ഞാൻ എടുക്കും. ഹോസ്പിറ്റൽ ബില്ല് ഞാൻ കൊടുക്കും. അതെന്തോന്ന് നീ ഹോസ്പിറ്റലിൽ അങ്ങ് മേടിച്ചാ? എടാ, ഞാനേ ഒരു ഇൻഷുറൻസ് അങ്ങ് എടുത്ത് മാസം 800-1000 രൂപ വെച്ച് അടച്ചാൽ മതി. എടാ, അത് അൺലിമിറ്റഡ് പ്ലാൻ ആണ്. ഏത് റൂം ആയാലും എത്ര വലിയ ട്രീറ്റ്മെന്റ് ആയാലും എനിക്ക് ഫ്രീ ആണ്. ചുമ്മാ തള്ളല്ലേ. എടാ അല്ലടാ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മള് ബയോയിൽ ലിങ്ക് കയറി നോക്കിയാൽ മതി. അതുവഴിയാണ് ഞാൻ എടുത്തത്. എടാ, അൺലിമിറ്റഡ് കവറേജ് ഉള്ള പ്ലാനോ അല്ലെങ്കിൽ 1 കോടി രൂപ വരെയുള്ള കവറേജ് ഉള്ള പ്ലാനോ നമുക്ക് ഇതിന് എടുക്കാൻ പറ്റും. അല്ല, നിനക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നതിന് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എന്തിനാ എടുക്കുന്നത്? എടാ, പനിക്ക് മാത്രമല്ല, നീ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ ചോദിച്ചു നോക്ക്. ഒരുത്തർക്ക് 40-50 ലക്ഷം രൂപയാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാവുന്നത്. അസുഖം ഉള്ളപ്പോ പോയി എടുത്താൽ നമുക്ക് കവറേജ് കിട്ടത്തില്ല. ആരോഗ്യം ഉള്ളപ്പോ തന്നെ പോയി എടുക്കണം. ആ എടാ, പിന്നെ നീ വരുമ്പോഴേ 2 ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചിട്ട് വരണേ. നിനക്കല്ലേ പനി വരാൻ പോണെന്ന് പറഞ്ഞത്, എന്നിട്ട് നിനക്ക് ഇപ്പോഴും ഐസ്ക്രീം വേണോ? നീ ഒന്ന് പോയാണ്. ഞാൻ ആദ്യം പോയി ആ ബയോയിലുള്ള ലിങ്ക് ആക്കി ആ ഇൻഷുറൻസ് അങ്ങ് എടുക്കട്ടെ. അല്ലെങ്കിൽ വീടും ബൈക്കൊക്കെ ജപ്തിയാവും. ശരി.